തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് വെല്ലുവിളി തീർക്കുകയാണ് ആശാപ്രവർത്തകർ. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അതിന്റെ ആദ്യഘട്ട പ്രതിഷേധ വേദിയാക്കുന്നു. സമരം തുടങ്ങിയതു മുതൽ ആശാപ്രവർത്തകരെ അവഗണിക്കുന്ന സർക്കാരിനെതിരെ നിലമ്പൂരിൽ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചു. ആശാസമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ലെന്ന മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിക്കാൻ ജൂൺ 12-ന് ആശമാർ നിലമ്പൂരിലേക്ക്. വീട് കയറി വോട്ടർമാരെ നേരിൽ കണ്ടും പ്രചാരണം നടത്താനുറപ്പിച്ചുമാണ് യാത്ര. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി പ്രചാരണത്തിന് നേതൃത്വം നൽകും. ആശമാരുടെ സമരം ആരംഭിച്ചിട്ട് 4 മാസം പിന്നിടുകയാണ്. ഈ വേളയിൽ ഈ സമരത്തെ അപമാനിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകളും അവരുടെ പാർട്ടിയും അതിൻ്റെ സ്ഥാനാർത്ഥിയുമാണ് നിൽക്കുന്നത് നിലമ്പൂര്. അതുകൊണ്ട് ആശാ സമരത്തെ അപമാനിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഫെബ്രുവരി 10-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ച രാപ്പകൽ സമരം 121-ാം ദിവസത്തിലെത്തി നിൽക്കുന്നു. സമരത്തിന്റെ 4ാം ഘട്ടമായി പ്രഖ്യാപിച്ച രാപ്പകൽ സമരയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുകയാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മേൽ ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്നു സർക്കാർ. അംഗീകരിച്ചു എന്നു പറയുന്ന വാഗ്ദാനങ്ങളും ലംഘിക്കപ്പെടുന്നു എന്നാണ് ആശമാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തും സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടരുന്ന ആശമാർ LDFന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമോ എന്നാണ് അറിയേണ്ടത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.